ന്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ കൃഷിഭവൻ 19 വാർഡുകളിൽ വച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈ നടീലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമീണ വായനശാല ഒരുക്കിയ കുട്ടികളുടെ പാർക്കിന് അടുത്തായി നടന്നു. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ചെറുപുഴ പഞ്ചായത്തിലെ 2ാം വാർഡിന്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പുഴയോരത്ത് നല്ല ബഡിനത്തിൽ പെട്ടിട്ടുള്ള മാവിൻ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം പാരിസ്ഥിതികമായി വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. എപ്പോഴാണ് മഴ വരിക എന്നതിനെക്കുറിച്ച് അറിയില്ല, എപ്പോഴാണ് ചൂടുണ്ടാവുന്നത് വെയിലുണ്ടാവുന്നത് എന്നും അറിയുന്നില്ല. പഴയ കാലത്ത് ഇന്നിന്ന മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം, വടക്ക് കിഴക്കൻ കാലവർഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെല്ലാം മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കൃത്യമായി തുലാവർഷമായിട്ടും അതുപോലെ ഇടവപ്പാതിയായിട്ടും നമുക്ക് കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് മാറി ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ കൃഷി ഓഫീസർ അഞ്ജു പി, അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ, ഗീത, കൂടാതെ ഗ്രാമീണ വായനശാല പ്രതിനിധികളായ പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ, കണ്ണൻ മുതലായവരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, 2ാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്നു. ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല, എത്ര അപകടം വന്നാലും മനസ്സിലാക്കുന്നു. നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തെ നടുകയും ഒക്കെ ചെയ്യുന്ന പതിവ് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും പലപ്പോഴും അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും ഈ വർഷവും ഗ്രാമീണ വായനശാലയുടെയും ഒക്കെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് തലത്തിലുള്ള പരിസ്ഥിതി ദിനാചരണം നമ്മുടെ 2ാം വാർഡിൽ ഈ പുഴയോരത്ത് നടത്തുകയാണ്. അപ്പോൾ നല്ലൊരു മാവിൻ തൈയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത്. ഈ മാവിൻ തൈ സംരക്ഷിച്ച് നമ്മുടെ പരിസ്ഥിതിയെ നമുക്കാകുന്ന പോലെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വരും തലമുറയ്ക്കും ഇവിടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമുക്കും ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിസ്ഥിതി ദിനാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെറുപുഴ ഗ്രാമീണ വായനശാലയിൽ ഒരു മൂവാണ്ടൻ്റെ ഒരു ഗ്രാഫ്റ്റാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നടല് എന്ന് മാത്രമല്ല, ഇനി അത് സംരക്ഷിച്ച് കൊണ്ടുപോകലും കൂടി നമ്മുടെ ഒരു ദൗത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. നമ്മുടെ ഭൂമി, പ്രകൃതി, അതിനൊരു സന്തുലനാവസ്ഥയുണ്ട്. ആ സന്തുലനാവസ്ഥ കൊണ്ടാണ് ജീവജാലങ്ങളും വൃക്ഷങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതിന് കോട്ടം തട്ടുന്ന ഒരു പ്രവണത മുതലാളി സാമൂഹ്യ വികാസത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. നമ്മളെ ഹരിതഗൃഹ വാതകം ഇത്ര ശതമാനം ഭൂമിയുടെ ജീവജാലങ്ങളുടെ വൃക്ഷങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് ഇത്ര ശതമാനം മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു സന്തുലനാവസ്ഥയുണ്ട്. നമ്മൾ ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് 1974 ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഓസോൺ പാളിക്ക് വിള്ളലേറ്റതോടുകൂടിയാണ് ലോക പരിസ്ഥിതി ദിനം അത്യാവശ്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അറിയുകയും അത് മനസ്സിലാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്നിങ്ങോട്ട് 5 ദശാബ്ദക്കാലം ഇവിടെ സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പരിസ്ഥിതിയുടെ മൊത്തം മേഖല, ജലം, അതുപോലെ തന്നെ വായു, മണ്ണ് മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതായത് അത് നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതിൽ നമ്മൾ കാണേണ്ടത് കൃഷി വകുപ്പ് ഈ വർഷം നമ്മുടെ ഒരു പഞ്ചായത്തിലെ 19 വാർഡിലും ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന് വേണ്ടി ഓരോ തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ പെരുമയും 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചിവൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ആളുകൾ
ഓർമ്മകളുടെ അഭിരുചിക്കൊത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ.